ഹായ്, ഞാൻ ഉണ്ണിക്കടം മംഗലം. ഇത് വിജയ് സാറ് തന്നാണ് ആപ്പിളും ബിസ്ക്കറ്റൊക്കെ. അപ്പോ നനച്ച വണ്ടി കിട്ടി ഉണ്ണിക്കടം മംഗലവന്റെ ഉമ്മ. നമുക്ക് ആ നനച്ച വണ്ടി കിട്ടി മുത്തുകളെ. ഉമ്മ ഉമ്മ ഇതിലെ കപ്പ് മുക്കി ഉണ്ണിക്കടം മംഗലവന്റെ ഉമ്മ നനച്ച വണ്ടി കിട്ടിയേ. ഓക്കെ, നനച്ച വണ്ടി കിട്ടി. വിജയ് സാറിനെ കണ്ടു. അങ്ങനെ ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടിട്ടുണ്ട്. എല്ലാവരും എന്തൊക്കെയാ പറഞ്ഞിരുന്നേ, എന്തൊക്കെ വൃത്തിയോടെ പറഞ്ഞത്. 700 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നടന്നു പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തെത്തി അദ്ദേഹത്തിനെ കാണാനുള്ള അവസരം കിട്ടി. ഉണ്ണിക്കണ്ണൻ ഇട്ട ഒരു ഫോട്ടോയാണ് വലിയ വിവാദമായത്. അതായത് വിജയെ കണ്ടിട്ടില്ല, ഒരു ഫേക്ക് ഫോട്ടോയാണ് ഇട്ടത് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ പോയി കണ്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഫോട്ടോ ഒരു പക്ഷേ ഏതോ ഒരു ഫാൻ മെയ്ഡ് ആയിട്ടുള്ള ആരോ ഒരാൾ ഉണ്ടാക്കി കൊടുത്താന്ന് തോന്നുന്നത്. വിജയുടെ ഫോട്ടോ, അവിടുന്ന് എടുത്ത ഫോട്ടോസ് ഒന്നും അദ്ദേഹത്തിന് അയച്ചു കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടതൊരു മണ്ടത്തരായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. വരുന്ന സമയത്ത് വരട്ടെ. എന്തായാലും വലിയ ആഗ്രഹം അദ്ദേഹം സഫലീകരിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറയട്ടെ, അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. 4ാം ക്ലാസ് വരെ പഠിച്ചൊരു മനുഷ്യൻ, അദ്ദേഹം ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് കാണുന്നത് വിജയെ കാണണമെന്ന് മാത്രമാണ്. അതിനുവേണ്ടി അദ്ദേഹം അങ്ങ് പണിയെടുത്തു. അദ്ദേഹം ഇട്ട ആ ഒരു വീഡിയോ, അദ്ദേഹം കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞ വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. ഹായ്, ഉണ്ണിക്കണ്ണൻ മംഗലം. വിജയ് സാറിനെ കണ്ടു. ലൊക്കേഷനിലാണ്, കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവര് വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്. വിജയണ്ണൻ എന്നെ സെറ്റിന്ന് തൊഴിൽ കയറ്റിട്ടാണ് കൊണ്ടുവന്നത്, കാരവനിൽ കൊണ്ടുവന്ന് കുറെ നേരം സംസാരിച്ച്. എന്തിനാ ഉണ്ണിക്കണ്ണൻ അങ്ങനെ വന്ന്, അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴിയുണ്ട് വന്നവിടെ. ഞാൻ പറഞ്ഞു കുറെ പ്രാവശ്യം ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് അണ്ണൻ കുറെ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച്. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല, അവർ അയച്ചു തരും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണനും കാരവന്റെ ഒരു 10 മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വികിലേക്ക് അപ്പ് മുഖ്യം. നമുക്ക് നനച്ച വണ്ടി കിട്ടി. ഉണ്ണിക്കണ്ണൻ മകളുടെ ഹൃദയം നിറഞ്ഞുമ്മ. വിജയണ്ണൻ ദൈവമാണ്, ആ ദൈവത്തിന് നമ്മൾ കണ്ടു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഉമ്മ അത്ര നിഷ്കളങ്കനാണ് ആള്. ആൾക്ക് ആ ഒരു സന്തോഷം, പലപ്പോഴും സങ്കടമാണ് ഉണ്ടാവാറ്, കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്. പക്ഷെ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കണ്ടിട്ടുണ്ടാകാം ഈ വാക്കുകൾ ഒരുപാട് ഇന്റർവ്യൂകളിലും അദ്ദേഹം ഒരു തരത്തിലും തെറ്റിക്കാതെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആ ഒരു പാവപ്പെട്ട പയ്യൻ അങ്ങനെ നുണകൾ പറയേണ്ട കാര്യമില്ല, കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ആ ഒരു ഫോട്ടോയാണ് വിവാദമായിട്ടുള്ളത്. അതെന്തായാലും ഒരു ഉളത്തരായിപ്പോയി. അത് ആരെങ്കിലും ചെയ്തു കൊടുത്തതാണോ എന്ന് അറിയില്ല. അതെന്തായാലും അത്രക്ക് ശരിയായില്ല. ഇനി കണ്ടപ്പോൾ എടുത്ത ഫോട്ടോ അത് തന്നെയായിരുന്നു ഉണ്ണിക്കണ്ണ നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി 24 ന്യൂസിൽ നിന്ന് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു സന്തോഷകരമായിട്ടുള്ള വാക്കുകളുണ്ട്, അതും കൂടി ഒന്ന് കേട്ടോ. പറയുന്നത് ഒടുവിൽ ഉണ്ണിക്കണ്ണന് നനച്ച വണ്ടി കിട്ടി. ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിഹാസങ്ങൾ, ഒരുപാട് കളിയാക്കലുകൾ ഒക്കെ കേട്ടാണ് വിജയെ കാണുന്നത് വേണ്ടി. ഉണ്ണിക്കണ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്, അയാളോടൊന്ന് ചോദിക്കാം. ഉണ്ണിക്കണ്ണൻ ഗുഡ് മോർണിംഗ്. നമ്മൾ എവിടെ വെച്ചൊന്ന് കണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. വടക്കഞ്ചേരിയില്. എനിക്ക് എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും ഈ സന്തോഷം മറക്കാൻ പറ്റില്ല. സാർ അന്ന് കണ്ടിട്ട് എപ്പോഴും എന്നെ ഓർക്കുന്നുണ്ട് പറഞ്ഞ ഇതിൽ പറയും. എനിക്ക് ഒന്നുമില്ല സാറ്, ഭയങ്കര ഹാപ്പിയായി സാറ്. കേറി ഏകദേശം ഒരു 650 കിലോമീറ്റർ മേലെ നടന്നിട്ടുണ്ട് സാറേ. കാശ് പരസ്യം ചെയ്ത് കുറച്ച് കാശ് കൊണ്ടുവന്ന് എനിക്ക് അധികം കാശ് ചെലവായില്ല സാറേ. കേരളവും തമിഴ്നാടും സപ്പോർട്ട്, കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ട്. ഒരു അനിയനെ പോലെ മോനെ പോലെ ഇളനീരും ജ്യൂസും ബിരിയാണിയും പൊറോട്ടയും ബീഫും എല്ലാം വയറ് നിറയെ മനസ്സറിഞ്ഞ് വാങ്ങിത്തന്നു. ഓക്കെ, അപ്പോ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ എല്ലാവരും മറക്കുമെന്നാണ് ഉണ്ണിക്കണ്ണ വിചാരിച്ചത്. പക്ഷെ ഉണ്ണിക്കണ്ണ നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അതിപ്പോ ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, തന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് എല്ലാ തെറികളും നിങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മുമ്പ് എല്ലാവർക്കും ഒരു പൊട്ടനായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹം അദ്ദേഹം നിറവേറ്റി. ഇതിന്റെ ഒരു ഗുണപാഠമുണ്ട്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ കുത്ത ആളുകൾ ഉണ്ടാവും.
ആ കുത്തുകളൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല, മുന്നോട്ട് തന്നെ പോവുക. അയാളുടെ ആ ഒരു ആഗ്രഹം നമുക്കൊക്കെ ചെറിയ ആഗ്രഹമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പരിഹാസമായിട്ട് തോന്നിയിട്ടുണ്ടോ? പക്ഷെ അദ്ദേഹത്തിന് ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ കളിയാക്കാൻ പാടില്ല. അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ വിജയ് കാണാൻ പോയിട്ട് ചമ്മി നാറി ആകെ ഇതായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അതാ ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആളുകൾ അദ്ദേഹത്തിനെ തേടിപ്പോയോണ്ടിരിക്കുകയാണ്. ചെന്നൈയിൽ വെച്ചിട്ട് ആക്ടർ ബാലയെ കണ്ടതാണേ. ഞാൻ ഉണ്ണിക്കണ്ണൻ മകണ്ടം. ഇന്ന് നമ്മുടെ ബാലചേട്ടനുണ്ട്. ഇന്നലെ 12 മണിക്ക് വിളിച്ച് ചെന്നൈയിലുണ്ട്, കാണണം പറഞ്ഞു. അപ്പം എനിക്കൊരു ഗിഫ്റ്റ് വാച്ചും തന്നു. എന്നെ ഒരു സ്വന്തം അനിയനെ പോലെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോഴും ആ ബന്ധം ഇടയ്ക്ക് വിളിക്കും, ഞാനും വിളിക്കും. ഭയങ്കര സന്തോഷം. സാർ പറയൂ സാർ. ഉണ്ണിക്കണ്ണയുടെ ഏറ്റവും വലിയ ലക്ഷ്യം വിജയ് സാറ് കാണുന്നുണ്ട്. വിജയ് സാറിന് പറയുന്നത് ഇപ്പൊ ജസ്റ്റ് ഒരു ആക്ടർ മാത്രമല്ല, ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ, പിന്നെ സൂപ്പർ പൊളിറ്റീഷ്യൻ, നല്ല ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അടുത്ത് പോലും ആർക്കും ചെല്ലാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനില് ഉണ്ണിക്കണ്ണന്റെ സ്നേഹം കൊണ്ട്, ആത്മാർത്ഥ കൊണ്ട് ഇദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം ഒരു അണിയനെ പോലെ നോക്കി, ഭക്ഷണം കഴിച്ചു, സ്നേഹം പകരുന്നു. ഇതൊക്കെ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ണിക്കണ്ണന് കിട്ടിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു വാച്ച് കൊടുത്ത, അത്രേ ഉള്ളൂ. അതാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത്. ഇതൊരു ഐശ്വര്യമായിട്ട് നിന്റെ സമയം തുടങ്ങട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എന്തായാലും ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ആരാണ് കേട്ടോ, ഒരുപാട് ഹാപ്പിയാണ്. നീ ഓക്കെ ഓക്കെ ബൈ. സാധാരണ ഉണ്ണിക്കണ്ണൻ കരയണ കാണുമ്പോൾ നമുക്ക് ചിരി വരാറ്, പക്ഷെ ഇവിടെ നമുക്ക് ഉണ്ണിക്കണ്ണന്റെ ആ ഒരു അച്ചീവ്മെന്റ് നേടിയത് കാണുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നല്ലേ. അദ്ദേഹം ഒരുപാട് നാണക്കേടുകൾ സഹിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, പൊണ്ണത്തടിയൻ, കറുമ്പൻ, എന്തൊക്കെ വൃത്തികേടുകൾ വന്നിട്ടുണ്ടായിരുന്നു. വലിയ അവനൊക്കെ തൂങ്ങി ചത്തൂടെ എന്ന് പറഞ്ഞു. ഒരാളെ കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ വേറൊരാളെ കാണാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബാല പറഞ്ഞതുപോലെ തമിഴ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിജയെ കാണണമെങ്കിൽ കുറച്ചൊന്നും പണിയെടുത്താൽ പോരാ, അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് അത് എത്തണം. അത് എത്തിയില്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ ഇന്നും ഗേറ്റിന്റെ പുറത്ത് നിന്ന് തിരിച്ച് ആകെ ഇളിമ്പനായി വരേണ്ടി വന്നിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ എത്തി. കൂടുതലായിട്ടൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഉണ്ണിക്കണ്ണൻ എപ്പോഴും ദേഷ്യമുള്ള ആളുകളുണ്ടാവും. എന്തൊക്കെ ആയാലും അയാൾ അത് നേടിയില്ലടൂ. നമ്മളെ കൊണ്ട് നേടാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരാളെ കൊണ്ട് നേടാൻ കഴിയുന്നു എങ്കിൽ നമ്മൾ അയാളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്, അയാളെ കളിയാക്കാനും പാടില്ല. കാരണം ഇപ്പൊ ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിന്റെ നേട്ടത്തിലേക്ക്, വിജയ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ? പല ആരാധകർക്കൊന്ന് തൊടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ആഗ്രഹങ്ങളൊക്കെ ഉണ്ണിക്കണ്ണൻ നിറവേറ്റിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏകദേശം 30-40 ആഴ്ചയ്ക്ക് മുന്നേ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്കടിയിൽ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരുത്തന്റെ കമന്റ് ആണേ, മിന്നൽ JK എന്നാണ് ആളുടേത്. 30 ആഴ്ച മുമ്പിട്ടതാണ്. ആഗ്രഹം നടക്കും, ഇങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് പറയുന്ന ടീം നല്ലത് പറഞ്ഞു വന്നിരിക്കും. അദ്ദേഹം പറഞ്ഞ വാക്ക് 30 ആഴ്ച മുമ്പ്, ഇന്നലെ പറഞ്ഞതല്ല. ഉണ്ണിക്കണ്ണ ഡേഷത്തരം കാണിക്കാതെ വീട്ടിൽ പോ, ഒരു ഫേക്ക് ഐഡിയിൽ നിന്നും. അടുത്തത്, ദൈവമേ വിജയ് മരിച്ചു. അത് ഏതാണ് ഫോട്ടോ, ഏതാ വീഡിയോ എന്നൊക്കെ അറിയുണ്ടാവും. ഞാൻ കരഞ്ഞുകൊണ്ട്, ഞാൻ ഇൻട്രോയിൽ കാണിച്ച വീഡിയോ, കരഞ്ഞുകൊണ്ട് വിജയ് അണ്ണ കാണണം എന്ന് പറയുന്ന ആ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ് ആണ്. വിജയ് സാറിന്റെ ഡാഷ് പോകുമ്പോ അതെ വല്ല പണിക്കും പോടാ നായിന്റെ മോനെ, ഇതിനൊക്കെ എന്നാ ബുദ്ധി വെക്കുക. മേജർ ശ്രീകുമാർ 30 ആഴ്ച മുമ്പ് ഫേക്ക് ഐഡി തന്നെ. അതേപോലെ വിവോയ് എന്ന് പറയുന്ന ഒരാള്, സംഭവം അവൻ കാണിക്കുന്നത് നല്ലോണം ക്രിഞ്ച് ആണെങ്കിലും അവൻ അവന്റെ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് സത്യമാണ്. അദ്ദേഹത്തിന്റെ ലൈഫിലെ 100% ആത്മാർത്ഥത ഈ കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ചെന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. യു വിൽ സീ ഹിം സൂൺ ബ്രോ. 29 ആഴ്ച മുമ്പാണ്, ഇന്നലെ അല്ല, 29 ആഴ്ച മുമ്പ്. അണ്ണനെ കാണാൻ എന്തിനാടാ ഡേഷെ മുഴക്കോലുമായിട്ട് പോയത്, അണ്ണന്റെ ഡേഷ് അളക്കാനാണോ? സോൾ ടേക്കർ ബാബ 29 ആഴ്ച മുമ്പ്. നീ ഇപ്പൊ ഖേദിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ ഈ ഒരു അച്ചീവ്മെന്റ് കാണുമ്പോൾ. അതുകൂടാതെ കുറച്ചും കൂടി നല്ല കമന്റുകളുണ്ട്. വൺ ഡേ എവരി വൺ വിൽ അപ്രിഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. ഇത് 16 ആഴ്ച മുമ്പതെയാണ്. തമിഴന്മാരുടെ തല്ലുകൊണ്ട് ചാകാതെ അടുത്ത വണ്ടിക്ക് കേരളത്തിലോട്ട് വാടാ പൂണ്ടേ. നിർമ്മൽ രാജീവ്. ഓക്കെ, എന്നതായാലും ഉണ്ണിക്കണ്ണൻ തന്റെ ആഗ്രഹം സാധിക്കാനായി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്നലത്തെ അല്ല, 30 ആഴ്ച മുമ്പത്തെയാണ്. അന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിയാതെ പോലീസുകാരൊക്കെ തള്ളി നീക്കി അവിടുന്ന് പോയ ആ വീഡിയോ കാണും. ഒരു ദിവസം നിങ്ങളുടെ സ്വപ്നം നടക്കും. എല്ലാവർക്കും അവരുടെ സ്വപ്നം വലുതാണ്. എല്ലാം നടക്കട്ടെ. ഇത് രോഹിത് കൃഷ്ണ 30 ആഴ്ച മുമ്പ്. ഈ ഡാഷിന് ഭ്രാന്താട 17 ആഴ്ച മുമ്പ്.
ഇതൊക്കെ കണ്ടിട്ട് ഒരു കാര്യം പറയാം, ഇയാൾ വിജയിയുടെ പിന്നിൽ നിന്ന് അഭിനയിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അധികം വൈകാതെ തന്നെ വിജയ് പുള്ളിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്കെല്ലാം കാണാം. മാർക്ക് മൈ വേർഡ്സ്, ദേശത്തരമോ എന്തോ ആവട്ടെ, ചങ്ങായി ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. നനച്ച വണ്ടിയിൽ വിജയ് അണ്ണൻ പോയല്ലോ, ഇതൊക്കെയാണ് കമന്റ്. അതിൽ ചില കമന്റുകൾ മാർക്ക് ചെയ്യേണ്ട കമന്റുകൾ തന്നെയാണ്. അദ്ദേഹം നേടുക തന്നെ ചെയ്യും എന്ന് 30 ആഴ്ച മുമ്പ് പറയുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അദ്ദേഹം വീണ്ടും എയറിൽ കയറിയിട്ടുണ്ട്. ആ ഒരു എഡിറ്റഡ് വേഷം തന്നെയാണ് കാര്യമായിട്ടുള്ളത്. കളിയാക്കുമ്പോ കളിയാക്കപ്പെടുന്ന ഒരു നാൾ തിരിഞ്ഞങ്ങ് നിന്ന നിങ്ങള് തല താഴ്ത്തി അങ്ങ് മടങ്ങേണ്ടി വരും. അത് തന്നെയാണ് ഉണ്ണിക്കണ്ട കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ഫോട്ടോ അത് മാത്രം ഒന്ന് ശരിയാക്കിയാൽ കൊള്ളാമായിരുന്നു. ഒറിജിനൽ ഫോട്ടോ എത്രയും പെട്ടെന്ന് ഇടാൻ കഴിയട്ടെ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.